നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സമാധാനപരമായി നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെ അക്രമാസക്തമായ രീതിയിൽ അടിച്ചമർത്താനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങൾ അംഗീകരിക്കാനാവുന്നതല്ലെന്നും ഇത് അവസാനിപ്പിക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്ക കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്ങിൽ സമാധാനപരമായി പ്രതിഷേധം നടത്തിയ ഹിന്ദുക്കൾക്കെതിരെ സൈന്യം ആക്രമണം അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് പ്രസ്താവന. ഇസ്കോണിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രതിഷേധിച്ചവരാണ് ആക്രമണത്തിന് ഇരയായത്. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശങ്ങളെ US എല്ലാ കാലവും പിന്തുണയ്ക്കുമെന്നും എന്നാൽ അതിനോട് സർക്കാർ അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോട് ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം തന്നെയാണ് ബംഗ്ലാദേശിനോടും വ്യക്തമാക്കിയിട്ടുള്ളതെന്നും മാത്യു മില്ലർ പറയുന്നു. ഈ മാസം 6-നാണ് ചിറ്റഗോങ്ങിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ ആക്രമണമുണ്ടായത്. സംഭവത്തെ ഇന്ത്യയും ശക്തമായി അപലപിച്ചിരുന്നു. ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിന് പുറമെ അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഹിന്ദുമത സംഘടനകൾക്കെതിരെ വ്യാപകമായി വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയും ഇന്ത്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരം തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദു സമൂഹത്തിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് രൺധീർ ജയ്സ്വാൾ അഭ്യർത്ഥിച്ചു.